ഇറാനിലെ സൗത്ത് പാർസ് ഗ്യാസ് ഫീൽഡിനു നേരെ ഉണ്ടായ അപ്രതീക്ഷിത ആക്രമണം മിഡിൽ ഈസ്റ്റിലെ സംഘർഷം കൂടുതൽ രൂക്ഷമാക്കുമോ? ആഗോള എണ്ണ വിപണിയെയും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെയും ഇത് എങ്ങനെ ബാധിക്കും? ഈയൊരു സാഹചര്യത്തിൽ നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന ആകാംക്ഷയിലാണ് ലോകം. നമുക്ക് ലഭ്യമായ വിവരങ്ങൾ വെച്ച് ഈ സംഭവത്തിന്റെ വിവിധ വശങ്ങൾ പരിശോധിക്കാം. ബുധനാഴ്ച വൈകുന്നേരമാണ് ഇറാനിലെ സൗത്ത് പാർസ് ഗ്യാസ് ഫീൽഡിന് നേരെ അപ്രതീക്ഷിത ആക്രമണമുണ്ടായത്. സ്റ്റേറ്റ് മീഡിയ ആണ് വിവരം പുറത്തുവിട്ടത്. കൂടുതൽ വിവരങ്ങൾ അവർ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും പെട്രോളിന് പകരം പെട്രോകെമിക്കൽ പ്ലാന്റിനെയാണ് ലക്ഷ്യം വെച്ചതെന്നാണ് ആദ്യ റിപ്പോർട്ടുകൾ. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് വലിയ തകർച്ചയോടെയാണ് വ്യാപാരം ആരംഭിച്ചത്. നിഫ്റ്റിന്ന് വ്യാപാരം ആരംഭിച്ചത് വലിയ നഷ്ടത്തോടെയാണ്. ഗിഫ്റ്റ് നിഫ്റ്റിയിലും സമാനമായ തകർച്ച കാണാം. നാളെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് എങ്ങനെ പ്രതികരിക്കുമെന്ന് പ്രവചിക്കാനാവില്ലെങ്കിലും സാമ്പത്തിക വിദഗ്ധർ ഇതിനെ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. ആക്രമണത്തിന് പിന്നിൽ ആരാണെന്ന ചോദ്യത്തിന് തുടക്കത്തിൽ സംശയത്തിന്റെ മുനപ്പിലുള്ളത് ഇസ്രായേലോ അമേരിക്കയോ ആണ്. ഇറാനും ഖത്തറും തമ്മിലുള്ള സൗത്ത് പാർസ് ഗ്യാസ് പദ്ധതിയെ ഇരു രാജ്യങ്ങളും രഹസ്യമായി സഹായിക്കുന്നതായുള്ള ചില വാർത്തകളും പുറത്തെറിഞ്ഞിരുന്നു. ഈ കരാർ തകർക്കാനുള്ള ശ്രമമാണോ ഇതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. സൗത്ത് പാർസിന് നേരെയുള്ള ആക്രമണം എണ്ണവിലയിൽ അനിശ്ചിതത്വം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇറാനിൽ നിന്നുള്ള എണ്ണ വിതരണം തടസ്സപ്പെട്ടേക്കാമെന്ന ആശങ്കയിൽ ബ്രന്റ് ക്രൂഡ് ഓയിൽ വില ഇതിനകം കുറച്ച് ഉയർന്നിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ മേഖലയിലെ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.